Hi everyone, welcome back to our YouTube channel in FPSC. ഇന്ന് നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ വിശദീകരണമാണ്. വിശദീകരണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഉത്തരം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം സിമ്പിളാണ്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഇഫ് ഐ സോ എ സ്നേക്ക്. ഈ സോ എന്നുള്ളത് V2 ഫോമാ. സോ എന്നുള്ളത് എന്താണ്? V2 ഫോമാ. ഈ V2 ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സി കാണാറുണ്ട്, കാണുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സോ കണ്ടു V2 ഫോം ആണ്. സീന് അതിൻ്റെ V3 ഫോം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫിൻ്റെ കൂടെ V2 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്ത് വുഡ് ഇടണം. അപ്പുറത്ത് എന്ത് ചെയ്യണം? വുഡ് ഇടണം. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വുഡിൻ്റെ കൂടെ. അപ്പോൾ വുഡ് ഹാവ് ഒന്നും വേണ്ട, വുഡ് ഹാവ് വേണ്ട, വുഡ് മതി. ഇനി എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഇതിൻ്റെ കൂടെ ഒക്കെ എപ്പോഴും V1 വരുള്ളൂ, ബേസ് ഫോമേ വരുള്ളൂ. വുഡിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും എന്തില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വുഡ് പ്ലേഡ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. വുഡ് കുക്ക്ഡ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. വുഡ് പ്ലേഡ് അല്ല, വുഡ് പ്ലേ. വുഡ് കുക്ക്ഡ് എന്നല്ല, വുഡ് കുക്ക്. അപ്പോൾ വുഡ് റാൻ എന്നുള്ള V2 അല്ല വരേണ്ടത്, വുഡ് റൺ എന്നുള്ള ഓപ്ഷൻ ബി ആണ്. വുഡിനോട് V1 വെക്കുക കേട്ടാ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. യുലിസീസ് വാസ് ബ്രൈവർ ദാൻ എനി അതർ ഗ്രീക്ക് ഹീറോ. യുലിസീസ് വാസ് ബ്രൈവർ ദാൻ എനി അതർ ഗ്രീക്ക് ഹീറോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വേറെ കുറേ ഹീറോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. യുലിസീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, യുലിസീസ് വാസ് ബ്രൈവർ ദാൻ എനി അതർ ഗ്രീക്ക് ഹീറോ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണത് ഇതൊക്കെ ഗ്രീക്ക് ഹീറോസ് ആണ്, ഇത് യുലിസീസ് ആണ്. അപ്പോൾ മറ്റുള്ള ഏത് ഗ്രീക്ക് ഹീറോസിനേക്കാളും ധൈര്യമുള്ള ആളാണ് യുലിസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണത് എന്താ? ഇവനാണ് ഏറ്റവും ധൈര്യമുള്ള ആൾ എന്നാണ്. ഇവനാണ് ഏറ്റവും ധൈര്യമുള്ള ആൾ എന്നുള്ളതാണ് അല്ലെ. യുലിസീസ് അദ്ദേഹമാണ് ഏറ്റവും ധൈര്യമുള്ള ആളെന്നുള്ള അല്ലെ. യുലിസീസ് ആണ് ഏറ്റവും ധൈര്യമുള്ള ആൾ എന്നുള്ള അർത്ഥം. അപ്പൊ ഇതേ അർത്ഥത്തിൽ വരണം എന്നുള്ള പറയണം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതേ അർത്ഥത്തിൽ വരുന്ന ഇവിടെ നോക്കൂ, വേറെ ഒന്നും വരില്ല. നിങ്ങൾ ഏത് നോക്കിയിട്ടും കാര്യമില്ല, വേറെ ഒന്നും വരില്ല. ഏതേ വരുള്ളൂ? നോ അതർ ഗ്രീക്ക് ഹീറോ, വേറെ ഒരു ഗ്രീക്ക് ഹീറോ ഇല്ല. വാസ് ആസ് ബ്രൈവ് ആസ് യുലിസീസ്. യുലിസീസിന്റെ അത്ര ധൈര്യമുള്ള വേറെ ഒരു ഗ്രീക്ക് ഹീറോ ഇല്ല എന്നുള്ളതും, മറ്റുള്ള എല്ലാവരെക്കാളും ധൈര്യമുള്ള ആളാണ് യുലിസീസ് എന്നുള്ളതും, അല്ലെങ്കിൽ യുലിസീസിന്റെ അത്ര ധൈര്യമുള്ള ആരും ഇല്ല എന്നുള്ളതും സെയിം മീനിങ് അല്ലേ? സെയിം മീനിങ്. അതുകൊണ്ടാണ് നോ അതർ ഗ്രീക്ക് ഹീറോ വാസ് ആസ് ബ്രൈവ് ആസ് യുലിസീസ് എന്ന് പറഞ്ഞത്. ഇനി ഗൈസ് ഒരു കാര്യം കേട്ടോ, ഇതിനെ കണ്ടെത്താൻ വേറെ ട്രിക്ക് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. പിന്നീട് നമ്മളത് ക്ലാസ്സിൽ പറയാറുണ്ട്, ഇപ്പം നേരമില്ലാത്തതുകൊണ്ടാണ്. ശരി ഗൈസ് നോക്കൂ, കാര ബ്ലാൻഷ് എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാര ബ്ലാൻഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഫ്രീഡം എന്നുള്ളതാണ്. ഷി ഗേവ് മി കാര ബ്ലാൻഷ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം. ഇത് ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ പല തവണ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കാര ബ്ലാൻഷ്. ഇനി അടുത്ത് നോക്കാം, ഇതിൽ ഏതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ള? ഡോണ്ട് യു ബിലീവ് മീ എന്ന് കണ്ടില്ലേ? ഇത് ചോദ്യം കണ്ട, ചോദ്യം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ട. ഇത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് എന്തല്ല, ഡോണ്ട് വന്ന നോട്ട് ടു വെക്കുന്ന സംഭവമല്ല. ഡോണ്ട് വന്ന നോട്ട് ടു വെക്കുന്ന സംഭവമല്ല. അതെന്താണ്? അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുക. ഇവിടെ ഇത് ചോദ്യമാണ്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഡോണ്ട് യു ബിലീവ് മീ. ഓക്കെ, അപ്പോൾ ഇത് ചോദ്യമാണ്. ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോർമലി എന്ത് ഉണ്ടാവും? ദാറ്റ് അല്ല വരിക. ഒന്നെങ്കിൽ WH വാട്ട് വേറെ വെന്ന് പോലെ. ഇനിയിപ്പോൾ വാട്ടും വേറെ വെന്ന് ഇല്ലെങ്കിൽ അതിന് പകരം ഒന്നെങ്കിൽ വെദർ അല്ലെങ്കിൽ ഇഫ്. ഈ രണ്ടെണ്ണാണ് വരിക എന്നുള്ളതാണ്. ഈ രണ്ടെണ്ണാണ് വരിക. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ചോദ്യത്തിൽ ഡോണ്ട് വന്ന ഉത്തരത്തിൽ ഡിഡിൻ്റെ വരേണ്ടത്. ഇങ്ങനത്തെ കാര്യം വരും. അപ്പോൾ ഡിഡ് നോട്ടും ഉണ്ട്, ഡു നോട്ടും ഉണ്ട്. അപ്പൊ ഇതിലേതാ ഉത്തരം? ഡിഡ് നോട്ടാണ്. ഇനി വേറെ രീതിയിൽ ഉത്തരം എടുക്കാം. ഇത് ചോദ്യമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആസ്ക്ഡ് എന്നല്ല വരാം, അല്ല ആസ്ക്ഡ് വരാം, എൻക്വയർഡ് വരാം, വാണ്ടഡ് ടു നോ എന്നൊക്കെ വരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഇവിടെ ആസ്ക്ഡ് എന്നാണ് വരുന്നത്. അത് പാസ്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് ആണ്. ഈ ആസ്ക്ഡിന്റെ കൂടെ ദാറ്റ് എന്താണെങ്കിലും വരില്ല. അപ്പൊ ഓപ്ഷൻ ബി കിട്ടി. ആസ്ക്ഡിന്റെ കൂടെ ദാറ്റ് ഒക്കെ ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. പിന്നെ സെഡ് ടു എന്നുള്ള എല്ലാ ആസ്ക്ഡ് എന്ന് വരേണ്ട ചോദ്യം ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സിയും പോയി. പിന്നെ ആസ്ക്ഡ് എന്നുള്ളത് V2 ഫോം ആയതുകൊണ്ടേ ഇപ്പുറത്ത് ഒരിക്കലും ഡു നോട്ട് വരില്ല. ആസ്ക്ഡ് എന്ന് ഇവിടെ വന്നിട്ടേ ഇപ്പുറത്ത് ഡു എന്നുള്ള V1 ഡസ് എന്നുള്ള V1 ഒരിക്കലും ഇപ്പുറത്ത് വരില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഉത്തരം തെറ്റാണെന്ന് മനസ്സിലാവും. പിന്നെ അവസാനം ഓപ്ഷൻ എയിലേക്ക് എത്താൻ പറ്റും. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലെറ്റ്സ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണേ, സ്പീഡ് കൂടുതലാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാട്ടോ. ലെറ്റ്സ് വന്നാൽ അത് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ പറയണില്ല. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് പ്ലേ, ലെറ്റ്സ് ഈറ്റ് എന്നൊക്കെ വന്നാൽ അതിൻ്റെ ടാഗ് ആഡ് ചെയ്യാൻ ഷാൾ വി അല്ലേ, ഷാൾ വി. ഇനി മേക്ക് വൺ മോർ അറ്റംപ്റ്റ് എന്നുള്ള മേക്ക് എന്നുള്ള വേർബ് കൊണ്ട് സെന്റൻസ് തുടങ്ങി. മേക്ക് എന്നുള്ള വേർബ് കൊണ്ട് സെന്റൻസ് തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മേക്ക് എന്നുള്ള വേർബ് കൊണ്ട് ഇതിനെ പാസീവ്സിലേക്ക് മാറ്റാൻ ഒന്നും നോക്കണ്ട, ലെറ്റ് വേണം.
ലെറ്റ് വേണം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. ഇതൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. വെർബ് കൊണ്ട് തുടങ്ങാണ്, മേക്ക്, ഈറ്റ്, പ്ലേ, കുക്ക് പോലെ വെർബ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ലെറ്റ് വെച്ച് തുടങ്ങണം എന്ന് മനസ്സിലാക്കുക. ലെറ്റ് വെച്ച് തുടങ്ങണം. ലെറ്റ് വെച്ച് തുടങ്ങുന്നത് ഏതൊക്കെയാണ് ഇതിലുള്ള? ബി ഉണ്ട്, ഡി ഉണ്ട്, ബാക്കിയുള്ള ഇല്ല. അപ്പൊ എ വേണ്ട, സിയും വേണ്ട. പിന്നെ ഉള്ളത് ഏതാണ്? ലെറ്റ് വൺ മോർ അറ്റംപ്റ്റ് ബീയിങ് മെയ്ഡ് എന്നല്ല. ബീയിങ് എന്നൊക്കെ വരണമെങ്കിൽ ING ഒക്കെ വേണം. ഓക്കെ, ING കൂടെ ഒന്നും ഇല്ല, അപ്പൊ ബി അല്ല. അപ്പൊ ബി മെയ്ഡ് എന്നുള്ള ബി പ്ലസ് V3 ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ഉത്തരം എടുക്കുക കേട്ടോ. ഓക്കെ, ശരി. ഇനി അടുത്ത് നോക്കുക. ഹെഡ് ഓഫീസ് ഹാസ് ഡാഷ് ഇസ് റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ത് ചെയ്തു? ടേൺ ഡൗൺ ചെയ്തു. ടേൺ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിരസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ ടേൺ ഡൗൺ ഇതൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് പറഞ്ഞില്ല. സെറ്റ് ഓഫ് ആണ് യാത്ര പോവുക, പുട്ടോണ ധരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, ഒരു പെർഫോമൻസ് നടത്തുക എന്നുള്ള അർത്ഥമുണ്ട്, പുട്ടോണ ഫൈറ്റ് ഇതൊക്കെ പറയും. ഗെറ്റ് അബൌട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കറങ്ങുക എന്നുള്ള അർത്ഥത്തിലും, യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യാത്ര തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക, അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ട് കറങ്ങില്ലേ, അതും നമ്മൾ ഗെറ്റ് അബൌട്ട് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇഡിയം, കട്ട് കോർണേഴ്സ്. ഇത് നമ്മളിവിടെ ക്ലാസ്സിൽ പറഞ്ഞില്ല. എന്താണ് ഇത്? പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്, നമ്മളിപ്പോൾ കോർണർ കട്ട് ചെയ്യുന്നത് എന്തിനാണ്? എളുപ്പപ്പണി ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു കസാര അല്ലെങ്കിൽ ഒരു ടേബിൾ കയറ്റുവാണ്. ആ ടേബിൾ പെട്ടെന്ന് കയറാൻ വേണ്ടി കോർണർ ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന് കരുതുക. അപ്പൊ പെട്ടെന്ന് കയറ്റാൻ പറ്റും, പക്ഷെ അത് നല്ല കാര്യമാണോ? അല്ല. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടി, അതാണ് കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്താ? ടു ഡു സംതിങ് ഇൻ ദ ഈസിയസ്റ്റ് വേ എന്നുള്ള ഓപ്ഷൻ ബി. ശരി. ഇനി ഗ്രഗാരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ സോഷ്യബിൾ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ്. ആളുകളായിട്ട് ഇടപെടാനും എല്ലാവരും കൂടെ താമസിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിസർവ്ഡ് ആണ്. റിസർവ്ഡ് പറഞ്ഞാൽ അധികം സംസാരിക്കാത്തൊക്കെ ഒരു ആളുകളെ നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ള ആൾ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഗ്രഗാരിയസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് റിസർവ്ഡ്. ഇനി ഇവിടെ ഇതിലൊക്കെ കറക്റ്റ് സ്പെല്ലിംഗ് അല്ലാത്തത് എന്നുള്ള ഇത് നമ്മൾ പറഞ്ഞുള്ളതാണ്. ഒക്യുറൻസ് നമ്മൾ പറഞ്ഞുള്ളതാണ്. ഡബിൾ ആർ വരണം, 2 R വേണം, എക്ക് പകരം ഇയും വേണം. ഒക്യുറൻസ്. ശരി. അപ്പൊ നമ്മൾ ഇത്രയും പറയുന്നത്. പിന്നെ ഇതിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ചോദ്യം വേണമെന്ന് പറയുകയാണെങ്കിൽ, ഒന്നും കൂടെ വിശദീകരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷിന്റെ മാത്രമാണ്. നിങ്ങളുടെ നിലവാരം എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാറ്റം നമുക്ക് വരുത്താൻ കഴിയും. ഓക്കെ, സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവലൊക്കെ നമ്മളെ കോഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. We'll meet again next time. Till then, take care and bye.